നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. കോലാഹലങ്ങൾ അവസാനിച്ചു. കേരളത്തിന്റെ അതിർത്തി കാടുകളിൽ നിന്ന് സംയുക്ത തിരച്ചിലുകാർ തിരിച്ചുപോയി. ഒരു മാസം മുൻപ് കേരളത്തിൽ വിതച്ച മാവോയിസ്റ്റ് ഭീതിയുടെ വിളവെടുപ്പ് എന്നാണ്. ആരാണ് ഈ കൃഷിയുടെ വിളവെടുക്കാൻ പോകുന്നത്? മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ, KP സേതുനാഥ്, ഒപ്പം അഡ്വക്കേറ്റ് ഫിലിപ്പ് എം പ്രസാദ്. സ്വാഗതം എല്ലാവർക്കും. ഈ മാവോയിസ്റ്റ് എന്നാൽ എന്താണ്? ഇന്ത്യൻ ഭരണകൂടത്തെ സായുധ സമരത്തിലൂടെ അട്ടിമറിക്കുകയും പകരം ജനങ്ങളുടെ രാഷ്ട്രീയാധികാരം സ്ഥാപിക്കുകയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. 2004 നിരോധിത പീപ്പിൾസ് വാർ ഗ്രൂപ്പും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്ററും ലയിച്ചാണ് ഇന്ത്യയിലെ ഇന്നത്തെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. പുതിയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയത് ഗണപതി എന്നറിയപ്പെടുന്ന ലക്ഷ്മണ റാവുവാണ്. ഗറില്ല ആക്രമണങ്ങളിലൂടെ തുടങ്ങുകയും പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലൂടെ വികസിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ മാറ്റം എന്ന യുദ്ധ പദ്ധതി പാർട്ടി പരിപാടിയായി അംഗീകരിക്കപ്പെട്ടു. അയൽപ്പക്കമായ നേപ്പാളിൽ നടപ്പിലായത് ഇന്ത്യയിലും കഴിയും എന്ന തോന്നലുണ്ടാക്കിയ ആവേശത്താൽ റെഡ് കോറിഡോർ വഴി ആളും അർത്ഥവും ആയുധങ്ങളും പരിശീലനവുമായി സഹായം അതിർത്തി കടക്കുന്നു. പ്രൊട്രാക്റ്റഡ് പീപ്പിൾസ് വാർ അഥവാ നീണ്ടു നിൽക്കുന്ന ജനകീയ യുദ്ധം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം വിമോചിത ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുക എന്നതാണ്. കാടുകൾ ഗറില്ല യുദ്ധത്തിന്റെ പരിശീലന കളരികളാകുമ്പോൾ നഗരങ്ങളിൽ സർവകലാശാലകൾ മുതൽ IT ഹബ്ബുകൾ വരെ കേന്ദ്രീകരിച്ച് ആശയ പ്രചാരണവും നടക്കുന്നു. നിലവിൽ വന്ന് 2 വർഷത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി മാവോയിസ്റ്റുകളാണെന്ന് പ്രഖ്യാപിച്ചു. 21 പേർ കൊല്ലപ്പെട്ട പശ്ചിമ ബംഗാളിലെ ഷിൽഡ സൈനിക ക്യാമ്പ് ആക്രമണം, ബംഗാളിലെ തന്നെ ലാൽഗഡ് പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കൽ, ബീഹാർ ജഹന്നാബാദ് ജയിൽ ആക്രമണം എന്നിവയാണ് മാവോയിസ്റ്റുകൾ കുറഞ്ഞ കാലം കൊണ്ട് സമാഹരിച്ച സംഹാരശേഷി വെളിവാക്കിയത്. ഇന്ന് ഇന്ത്യയുടെ 9 സംസ്ഥാനങ്ങളും 83 ജില്ലകളും മാവോയിസ്റ്റ് ഭീഷണിയിലാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഡോക്ടർ PJ അലക്സാണ്ടർ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം മുതൽ പറഞ്ഞു പഠിക്കുന്നത്. അത്തരമൊരു രാജ്യത്തിന് ഇത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. കെയറിംഗ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറി വന്നിട്ടുണ്ട്. വലിയ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷകളുണ്ട് ഇന്ത്യൻ സ്റ്റേറ്റിനെ ആംഡ് മൈറ്റ് കൊണ്ട് ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന ഈ സ്റ്റേറ്റിനെതിരെ ഇത്തരത്തിലൊരു യുദ്ധ പ്രഖ്യാപനം നടത്തി അത് കൊണ്ടു നടക്കുന്നതിന്റെ പുറകിൽ ആരായിരിക്കും? അതാണ് എനിക്കറിയാൻ വയ്യാത്തത്. ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള മാർഗങ്ങളിൽ ഒന്ന് ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യ ഒരു 4 കഷ്ണമായിട്ടെങ്കിലും പിരിയണം എന്നാഗ്രഹിക്കുന്ന ആളുകളൊക്കെ അതിനകത്തുണ്ട്. ശ്രീ KP സേതുനാഥ്, ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലമാക്കാനുള്ള ഒരു സാമ്രാജ്യത്വ ഗൂഢപദ്ധതിയാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് മുന്നേറ്റം. ഈ ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ തന്നെ നിഷേധിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധങ്ങളായ നിയമനിർമ്മാണങ്ങളുടെ ഒരു ചരിത്രം കൂടെയുണ്ട് ഇന്ത്യക്ക്. ഭരണകൂടം ആണ് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയെ നിഷേധിക്കുന്നത്. രാജ്യത്തിന് പുറത്തുനിന്ന് സഹായം വാങ്ങി രാജ്യത്തിനകത്ത് നടത്തുന്ന ഈ യുദ്ധത്തെ ഭരണകൂടം എങ്ങനെ നോക്കിക്കാണണം? ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കണം എന്നാണോ? ഒന്ന്, രാജ്യത്തിന് പുറത്തു നിന്നാണ് ഇതിന് സഹായം വരണമെന്നുള്ളത് എവിടെ നിന്നാണ് നിങ്ങൾ അനുമാനിക്കുന്നത്? ഇത് ഭരണകൂടമാണ് പറയുന്നത്. അല്ലെങ്കിൽ നേപ്പാളിലും മ്യാൻമാറിലും നടക്കുന്ന ഇത്തരത്തിലുള്ള സമാനമായ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സഹായവും ഇവിടുത്തെ മാവോയിസ്റ്റ് മൂവ്മെന്റിന് ഇല്ലാന്നാണോ? നേപ്പാൾ ഗവൺമെന്റ് പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് മാവോയിസ്റ്റ് അങ്ങോട്ട് കയറ്റി അയച്ചു എന്നാണ്. നമ്മളിവിടെ ഇരുന്ന് പറയുന്നു നേപ്പാളിൽ നിന്ന് മാവോയിസ്റ്റ് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നു. ശ്രീ ഫിലിപ്പ് എം പ്രസാദ്, ഇന്ത്യയിലെ ആദ്യത്തെ നക്സലൈറ്റ് മൂവ്മെന്റിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നേർ പിന്തുടർച്ച അവകാശിയാണ് താങ്കൾ. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ വയനാടിനെ സ്വതന്ത്രമാക്കി ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കാൻ പോകുന്നു. നിങ്ങളുടെ മൂവ്മെന്റും ഇപ്പോഴത്തെ മൂവ്മെന്റും തമ്മിൽ എന്ത് വ്യത്യാസം? കുറച്ചുകൂടി പറയാം. ഇന്നത്തെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായ ഓൾ ഇന്ത്യ കോർഡിനേഷൻ കമ്മിറ്റി സ്ഥാപിച്ച 28 പേരിൽ ജീവനോട് അവശേഷിക്കുന്ന ഒരേ ഒരാളാണ് ഞാൻ. എന്ത് മാറ്റമാണ് ഉണ്ടായത്? വയനാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള മാറ്റം, താമരശ്ശേരി വരെ ഉണ്ടായിരുന്ന ആദിവാസികളെ ഓടിച്ചോടിച്ച് ബത്തേരിക്ക് അപ്പുറമാക്കി. അവൻ്റെ ഭൂമിയെല്ലാം പിടിച്ചെടുത്തു. അവൻ ഉപജീവന മാർഗം പരിപൂർണമായി ഇല്ലാതാക്കി. എന്ത് ജനാധിപത്യമാണ് ഈ വർത്തമാനം പറയുന്നത് നിങ്ങൾ അവരുടെ മുമ്പിൽ? ശരി, അന്ന് താങ്കൾക്കുണ്ടായിരുന്ന സ്വപ്നങ്ങൾ പിന്നീട് എങ്ങനെ ഇല്ലാതായി? സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വീഴുന്നത്
വളരെ തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. താങ്കൾ ഇതിൽ ആരുടെ പക്ഷത്താണ്? ഞാൻ ഇതിൽ ഒരു പക്ഷത്ത് നിൽക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഒരു റിപ്പോർട്ട് കൂടി കാണാം. എന്താണ് ഒരു മാവോയിസ്റ്റ് ഗറില്ലയുടെ ജീവിത രീതി? ദണ്ഡകാരണ്യമെന്ന കൊടുംകാട്ടിൽ ഒളിച്ചിരുന്ന് ഇന്ത്യൻ പട്ടാളത്തോട് ഏറ്റുമുട്ടുന്ന മാവോയിസ്റ്റ് ഗറില്ല ആർമി ഒരു യാഥാർത്ഥ്യമാണ്. ആൾശേഷിയിലും ആയുധശേഷിയിലും വൻശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഒരു സൈന്യമുള്ള ഭരണകൂടത്തോടാണ് ഇവർക്ക് ഏറ്റുമുട്ടേണ്ടത്. ആസന്ന മരണത്തെ മുന്നിൽ കാണുമ്പോഴും പോരാടാനുള്ള ഈ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രേരണ എന്താവാം? മിക്കവരുടെയും മറുപടി ഒന്നാണ്: ജമീന്ദാർമാർ ഭരിക്കുന്ന നാട്ടിൽ ജീവിക്കാൻ ഗതിയില്ല. അഴിമതിയിൽ മുങ്ങിയ ഇന്ത്യൻ ഭരണകൂടത്തിൽ വിശ്വാസവുമില്ല. പിന്നെ എന്തു ചെയ്യണം? ഇതൊരു സമാന്തര ഗവൺമെൻറ്റാണ്, മാവോയിസ്റ്റ് സ്വയംഭരണ ഭൂമി. എങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഒരിടത്തും ഇവർക്ക് അധികം തങ്ങാനാകില്ല. വലിയൊരു ഭാഗം സ്ത്രീകളാണ്, പുരുഷന്മാർക്കൊപ്പം പരിശീലനം സിദ്ധിച്ചവർ. മരിക്കാൻ ഭയമില്ലെന്ന് അവർ പറയുന്നത് വെറും വാക്കല്ല. കൂട്ടക്കൊലകളിൽ പുരുഷനൊപ്പം പങ്കാളിയാവാൻ അവർക്ക് ഒരു മടിയുമില്ല. സമത്വത്തിൽ ഒന്നിനും ഇളവില്ല. പാചകം ഉൾപ്പെടെ എല്ലാ പണികളും പുരുഷന്മാരും ചെയ്യണം. രാപ്പകൽ ഭേദമില്ലാതെ കണ്ണിമ ചിമ്മാതെ ശത്രുവിനു വേണ്ടിയുള്ള കാത്തിരിപ്പുകളിൽ സ്ത്രീകളും മാറ്റി നിർത്തപ്പെടില്ല. ആദിവാസികൾക്കും ഗ്രാമീണർക്കും മുന്നിൽ പ്രധാനപ്പെട്ട പ്രചാരണ മാർഗം സാംസ്കാരിക പരിപാടികളാണ്. നാടൻ ഭാഷയിലെ പാട്ടിൽ പറയുന്നത് വർഗശത്രുവിനെ കുറിച്ചാണ്, ബഹുരാഷ്ട്ര കുത്തകകളുടെ ചൂഷണത്തെക്കുറിച്ചാണ്, ഖനന കമ്പനികളുടെ ദ്രോഹത്തെക്കുറിച്ചാണ്. പുറം ലോകവുമായുള്ള ഏകബന്ധം റേഡിയോ ആണ്. ഇടയ്ക്ക് ചീത്ത സന്ദേശങ്ങൾ വരുന്നു, ഒപ്പം താവളം മാറ്റാൻ നിർദ്ദേശവും. പിന്നെ അധികം സമയമില്ല. ഒരു ക്യാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ ഏതുമില്ലാതെ അവർ പിരിയുകയായി. വീണ്ടും കാണുമോ എന്ന ഒരു ഉറപ്പുമില്ലാതെ, എങ്കിലും ഇനിയും കാണാമെന്ന ഉപചാരവും ചൊല്ലി.